ഗൈസ്, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹം നിങ്ങളോടല്ലാതെ വേറെ ആരോട് പറയാനാ? എനിക്ക് രാഹുലിനെ കാണാൻ നല്ല ആഗ്രഹമാണ് ഗൈസ്. ഞാൻ കുഞ്ഞിലായപ്പോൾ തൊട്ടേ എനിക്ക് രാഹുലിനെ അറിയത്തില്ലായിരുന്നു. രാഹുൽ ഗാന്ധിനെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വയനാട്ടിൽ രാഹുൽ പോകുന്നുണ്ടെന്ന് കേട്ടു. പിന്നെ ഞാൻ പറയുന്നു, ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നു. ഇപ്പോഴല്ല, ഇനി മുമ്പത്തേലും വോട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുമോ ഞാനോട് ആരാ. അപ്പോഴാണ് ഞാൻ പറയുന്നത് എന്നോട് രാഹുൽ ഗാന്ധിയാണ്. അന്നോട്ടേ എനിക്ക് രാഹുൽ ഗാന്ധിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് രാഹുൽ ഗാന്ധിനെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നും. പിന്നെ ഒരു ദിവസം എറണാകുളത്ത് വന്നു രാഹുൽ ഗാന്ധി. പക്ഷെ എനിക്കന്ന് സ്കൂളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്കൂളിൽ പോവാതെ സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് പോയി ഗൈസ് രാഹുൽ ഗാന്ധിനെ കാണാൻ. പക്ഷെ അവിടുത്തെ ചേച്ചിമാരെന്നെ വിട്ടില്ല, രാഹുൽ ഗാന്ധിയുടെ ഫ്രണ്ട് സീറ്റിലോട്ട് വിട്ടില്ല എന്നെ. അപ്പം ഞാൻ അവിടെ എവിടെയോ ഇരുന്നിട്ട് പുറകിലോട്ട് പോയിട്ട് അവിടെ ഇരുന്നിട്ട് എനിക്ക് നല്ല വിഷമമായിരുന്നു. ഞാൻ കരഞ്ഞു. എനിക്ക് നല്ല ആഗ്രഹം രാഹുൽ ഗാന്ധിനെ കാണണമെന്ന്. പിന്നെ ഇപ്പോൾ 26-ാം തീയതി വോട്ട് ചെയ്യണമല്ലോ രാഹുൽ ഗാന്ധിക്ക്. അപ്പം എനിക്ക് എൻ്റെ നാട്ടിലോട്ട് പോകണം. ഞാൻ എന്തായാലും എൻ്റെ നാട്ടിലോട്ട് പോകും. കാരണം രാഹുൽ ഗാന്ധിക്കാണ് വോട്ട്. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് ശരിയാണ്. പക്ഷെ ഞാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, കുറേ പേര് വോട്ട് ചെയ്യണേന്ന്. അപ്പം ഇത് നല്ല ആഗ്രഹമാണെന്ന് എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റിൽ കരയാൻ വരുന്നു. പക്ഷേ കരയാത്തതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ആഗ്രഹം ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ആഗ്രഹം, ഇത്രയുള്ളൂ. ഇനി അത് നടക്കുമെന്നും അറിയത്തില്ല എനിക്ക്. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട്, അത് നടക്കുമെന്ന്. ഇതാണ് എൻ്റെ ആഗ്രഹം. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്ത് കാണാം.